നമസ്കാരം. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിൽ നായികയായി ഇറങ്ങിയേറിയ നടി അഹാന കൃഷ്ണകുമാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 10 വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണ് അഹാന കൃഷ്ണ. അച്ഛന്റെ സിനിമാ പാരമ്പര്യമാണ് അഹാനയെയും സിനിമയിലേക്ക് എത്തിച്ചത്. 19ാമത്തെ വയസ്സ് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണെങ്കിലും ഒരു വിവാദത്തിലും നടി ഉൾപ്പെട്ടിരുന്നില്ല. ആദ്യമായി അഹാനയുടെ പേര് ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നാൻസി റാണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അഹാന ടൈറ്റിൽ റോൾ ചെയ്ത സിനിമ കഴിഞ്ഞ ദിവസം മുതൽ യൂട്യൂബിൽ സ്ട്രീം ചെയ്ത് തുടങ്ങി. അന്തരിച്ച സംവിധായകൻ മനു ജെയിംസ് ആണ് നാൻസി റാണി സംവിധാനം ചെയ്തത്. മനുവിന് വേണ്ടി സിനിമയുടെ റിലീസിനായി പ്രവർത്തിച്ചത് ഭാര്യ നൈനയായിരുന്നു. സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്നതായിരുന്നു നൈനയുടെ ആരോപണം. ശേഷം ആരോപണത്തിൽ പ്രതികരിച്ച് അഹാനയും രംഗത്തെത്തി. സംവിധായകൻ മദ്യപിച്ചാണ് സെറ്റിലെത്തിയിരുന്നതെന്നും താൻ ലഹരിക്കടിമയാണെന്നും സ്വഭാവം കൊള്ളില്ലെന്നും മനു പറഞ്ഞു നടന്നുവെന്നാണ് അഹാന പ്രതികരിച്ചു പറഞ്ഞത്. അഹാനയ്ക്ക് പകരം മറ്റാരെയോ വെച്ചാണ് ഡബ്ബിംഗ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയത്. ഇക്കാര്യങ്ങൾ എല്ലാം കൊണ്ടാണ് നടി സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാതിരുന്നത്. നാൻസി റാണി അണിയറ പ്രവർത്തകരും അഹാനയും തമ്മിലുള്ള വിവാദം വലിയ രീതിയിൽ മാധ്യമങ്ങളിലടക്കം വാർത്തയായിരുന്നു. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയായതുകൊണ്ട് തന്നെ നാൻസി റാണി യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോൾ സിനിമാ പ്രേമികളെയെല്ലാം ചിത്രം കണ്ടു. എന്നാൽ പ്രതികരണം നെഗറ്റീവായിരുന്നു. ഷോർട്ട് ഫിലിമിന്റെ നിലവാരം പോലും ഇല്ലാത്ത സിനിമയാണ് നാൻസി റാണി എന്നാണ് ഏറെയും പ്രതികരണങ്ങൾ. സംവിധാനം, ഛായാഗ്രഹണം, ഡബ്ബിംഗ്, അഭിനയം, കഥ, അഭിനേതാക്കൾ തുടങ്ങി എല്ലാ മേഖലയ്ക്കും ട്രോൾ കിട്ടുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് സിനിമയെ മാത്രമേ നാൻസി റാണിയെ തോന്നിയിട്ടുള്ളൂ എന്നും 10 മിനിറ്റ് പോലും സിനിമ സഹിച്ചിരുന്ന് കാണാൻ കഴിയില്ലെന്നുമാണ് വിമർശനം. സിനിമ അഭിനയമോഹവും മമ്മൂട്ടി എന്ന മഹാനടനെ നേരിൽ കാണണമെന്ന ആഗ്രഹവും കൊണ്ടു നടക്കുന്ന പെൺകുട്ടിയുടെ കഥയാണ് നാൻസി റാണി പറയുന്നത്. അർജുൻ അശോകൻ, വിശാഖ് നായർ, ലെന, ലാല, അജു വർഗീസ്, സണ്ണി വെയിൻ തുടങ്ങിയവരാണ് അഹാനയ്ക്ക് പുറമെ സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തത്. ഏറ്റവും കൂടുതൽ ട്രോളും വിമർശനങ്ങളും അഹാനയുടെ അഭിനയത്തിനാണ് ലഭിക്കുന്നത്. ഡബ്ബിംഗ് ചെയ്ത ശബ്ദത്തിന് അഹാനയുടെ മുഖത്ത് വന്ന ഭാവത്തേക്കാൾ കൂടുതൽ വികാരങ്ങൾ ഉള്ളതായി തോന്നി. ആ ശബ്ദം കാരണം എനിക്ക് ആദ്യമായി അഹാനയുടെ കഥാപാത്രവുമായി കണക്ഷൻ ഫീൽ ചെയ്തു. അഹാന ഡബ് ചെയ്തിരുന്നുവെങ്കിൽ ഇതിലും ബോറാകുമായിരുന്നു എന്നായിരുന്നു ഒരു കമന്റ്. അഹാന ക്യൂട്ട്നെസ് ഇട്ട് ഓം ശാന്തി ഓശാനയിലെ നസ്രിയാകാൻ ശ്രമിച്ചതായി തോന്നി. പക്ഷെ വിജയിച്ചില്ല. ഇതിലും ഭേദം ഒമർ ലുലുവിന്റെ പടമായിരുന്നു. അഹാനയ്ക്ക് പറ്റിയതല്ല അഭിനയം. സംവിധാനത്തിലും വ്ലോഗിംഗിലും ശ്രദ്ധ കൊടുക്കുന്നതാകും നല്ലത്. അഭിനയമാണെന്ന് വിളിച്ചു പറഞ്ഞ് അഭിനയിക്കുന്നത് പോലെയാണ് അഹാനയുടെ പെർഫോമൻസ്. വിശാഖ് നായർ ഒക്കെ ഈ സിനിമ ഒരിക്കലും റിലീസ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചു കാണുമെന്നിങ്ങനെയാണ് കമന്റുകൾ. കൂടാതെ ഈ സിനിമയുമായി ഇറങ്ങിയ വിവാദത്തിന്റെ ചുവട് പിടിച്ചും കമന്റുകൾ വരുന്നുണ്ട്. കുടിച്ച് കൂത്താടി നടക്കുന്നവർക്ക് എങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്നാണ് പലരും ചോദിക്കുന്നത്.